നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് 12കാരി. കുഞ്ഞിന്റെ പിതൃ സഹോദരന്റെ മകളാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തൽ. കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ സമീപമുള്ള കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം മുളിയകോവിലിൽ 22കാരനെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പ്രണയപ്പക എന്ന നിഗമനത്തിൽ പോലീസ്. ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെ വിവാഹം ചെയ്തു നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് എഫ്ഐആർ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫെബിൻ ജോർജിന്റെയും തേജസ് രാജിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം കറുത്ത പർദ്ദ ധരിച്ചെത്തിയ തേജസ് മകനെ ആദ്യം ആക്രമിച്ചെന്ന് ഫെബിന്റെ മാതാവ് മൊഴി നൽകി. പിടിച്ചുമാറ്റാൻ ചെന്ന പിതാവ് ഗോമസിനെയും കുത്തി. മകളോടൊപ്പം പഠിച്ച ആളായിരുന്നു തേജസ് രാജ്. മകൾ തേജസുമായുള്ള വിവാഹത്തിന് എതിർത്തിരുന്നെന്നും മാതാവ് മൊഴി നൽകി. എന്നാൽ കുത്തിയ ആളെ അറിയില്ലെന്നാണ് ഫെബിന്റെ പിതാവ് ഗോമസ് പോലീസിന് നൽകിയ മൊഴി. പുളിയകോവിലിൽ കൊല്ലപ്പെട്ട ഫെബിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ. യുവതിയുടെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്നും മേയർ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഹ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പെരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ പോലീസ് തെളിവെടുത്തു. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം. ജീവനക്കാരും പോലീസുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം നേരത്തെ വന്നിരുന്നു. പരിശോധന നടക്കുന്നതിനിടയിലാണ് തേനീച്ചക്കൂട് ഇളകിയത്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രോത്സവത്തിൽ അനുവദിക്കുന്നത്? ദൈവത്തിനായി നൽകുന്ന പണം ദൂർത്തടിച്ച് കളയാനുള്ളതല്ല. ക്ഷേത്രോത്സവമാണ്, കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ലെന്നും കോടതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മൊഴി നൽകാം, അല്ലെങ്കിൽ ഹാജരായി താല്പര്യമില്ലെന്ന് അറിയിക്കാമെന്നും കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ആരംഭിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3:27 യാത്രികർ ഫ്ലോറിഡ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും. 8:45 4 യാത്രികരും സ്പേസ് സ്യൂട്ട് ധരിച്ച് പേടകത്തിൽ കയറി ഹാച്ചിംഗ് ക്ലോഷർ നടത്തി. തുടർന്ന് 10:35 അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി. ഇവയടക്കം 7 ഘട്ടങ്ങൾക്ക് ശേഷമാണ് സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കുക. ഭൂമിയിലേക്ക് പേടകം കടക്കുന്ന ഡി ഓർബിറ്റ് ബേൺ ആണ് ഇനി നിർണായക ഘട്ടം. പുലർച്ചെ 2:27 ആ ഘട്ടം പിന്നിടുക. 17 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം 19 പുലർച്ചെ 3:27 പേടകം ഭൂമിയിലിറങ്ങുക. ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുന്നത്. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. വെടിനിർത്തൽ കരാർ അവസാനിക്കും മുമ്പേ ഗാസയിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. 330-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. മരിച്ചവരിൽ 50 കുട്ടികൾ. 250 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ചതായി ഹമാസ് ആരോപിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുക്രൈനുമായുള്ള യുദ്ധത്തിന് പരിഹാരം തേടാൻ അമേരിക്ക നിർദ്ദേശിച്ച 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ സ്വീകാര്യമല്ലെന്ന് നേരത്തെ റഷ്യ സൂചന നൽകിയിരുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധത്തിനിടെ ഖുറാൻ കത്തിച്ചുവെന്ന അഭ്യൂഹവും പടർന്നതോടെ നാഗ്പൂർ മഹൽ ഏരിയയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ 50 പേരെ അറസ്റ്റ് ചെയ്തു.
മഹാകുംഭമേളയുടെ വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി. ലോകം ആശ്ചര്യത്തോടെയാണ് മേളയെ കണ്ടതെന്ന് മോദി പറഞ്ഞു. രാജ്യത്തിന്റെ കഴിവുകളെക്കുറിച്ചുള്ള ലോകത്തിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മഹാവിജയം. സംഘാടനത്തിൽ കഠിന പ്രയത്നം നടത്തിയവർക്ക് പ്രധാനമന്ത്രി പാർലമെന്റിൽ നന്ദി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ജനങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം ഏപ്രിലിൽ പാസാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു. സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പിൽ ഉണ്ടാകില്ലെന്നും കയ്യേറ്റങ്ങളിൽ തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും കെ രാജൻ പറഞ്ഞു. കുടിയേറ്റത്തിന്റെ മറവിലെ കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ. ചക്രമുടി പരുന്തുംപാറ കയ്യേറ്റങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് കയ്യേറ്റങ്ങൾക്ക് കാരണമെന്നും മന്ത്രി. ഭൂമി കയ്യേറ്റം 2023 ആരംഭിച്ചതാണെന്നും 2025 നടപടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കയ്യേറ്റക്കാരുടെ പട്ടിക കോടതി ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നും അതിന് കാരണം രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും BD സതീശൻ ആരോപിച്ചു. വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും സർക്കാർ രണ്ടായി കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം, പട്ടയത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കണം. അതിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്നും പ്രതിപക്ഷ നേതാവ്. ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം. വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് പരാതി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ഈ മാസം 12-നാണ് പൂപ്പാറ സ്വദേശി സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ പെൺകുഞ്ഞ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മരണപ്പെട്ടത്. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഉടൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഏറ്റെടുക്കുന്നതിന് പകരം ഭൂമി നൽകാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും പിണറായി വിജയൻ. മുനമ്പം ഭൂമി തർക്കത്തിൽ സമരവുമായി മുന്നോട്ടെന്ന് സമരസമിതി. റവന്യൂ വകുപ്പിന്റെ വീഴ്ചയാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് പറഞ്ഞു. സമര തീയതികൾ KCBCയോടും SNDPയോടും കൂടി ആലോചിച്ച് ശേഷമായിരിക്കും നടപ്പിലാക്കുക. വഖഫ് സംരക്ഷണ സമിതി എന്ന് അവകാശപ്പെടുന്ന 3 വ്യക്തികൾക്കെതിരെയും മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും NIAക്ക് പരാതി നൽകുവാനും മുനമ്പം സമരസമിതി തീരുമാനിച്ചു. ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് 37-ാം ദിവസത്തിൽ. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പിന്നാലെ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നെങ്കിലും മറ്റാവശ്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ആശമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനം സർക്കാർ കടുപ്പിക്കുമ്പോഴും 3-ാം ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. തനിക്കെതിരെ ഉണ്ടായത് പെയ്ഡ് സൈബർ ആക്രമണമെന്ന് G സുധാകരൻ. ആക്ഷേപങ്ങൾ ആസൂത്രിതമാണ്. അതിന് പിന്നിൽ 70ഓളം പേർ വരുന്ന സംഘമുണ്ട്. ഇതിന് കൂട്ടുനിൽക്കുന്ന കേഡർമാർക്ക് കിട്ടേണ്ടത് കിട്ടും. സഹോദരന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നവർക്ക് G ഭുവനേശ്വരനെ കുറിച്ചൊന്നും അറിയില്ലെന്നും ന്യൂസ് 18നോട് G സുധാകരൻ. KPCC സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിനെ വീണ്ടും ന്യായീകരിച്ച് മുൻമന്ത്രി G സുധാകരൻ. CPM കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാറിൽ BJP നേതാവ് PK കൃഷ്ണദാസ് പങ്കെടുത്തു. അർദ്ധ ഫാസിസ്റ്റ് ആക്രമണത്തിന് 1700 രക്തസാക്ഷികളുള്ള ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് പാർട്ടി മത്സരിച്ചില്ലേ എന്നും ന്യൂസ് 18നോട് G സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കാൻ KPCC നേതൃയോഗത്തിൽ ഭാരവാഹികൾക്ക് നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് നയിച്ച മലയോര ജാഥയ്ക്ക് പിന്നാലെ അടുത്ത മാസം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന തീരദേശ ജാഥയും സർക്കാരിനെതിരായ പ്രചാരണ പരിപാടിക്കായി മാറ്റാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മുകൾ തട്ടിലെ ഐക്യം താഴെത്തട്ടിലും ഉറപ്പുവരുത്താൻ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് മുതിർന്ന നേതാക്കൾ മുൻകൈയെടുക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായിരുന്ന മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ സംസ്കാരം നാളെ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊച്ചിയിലെ 5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. പെയിന്റ് പണിക്കായി എത്തിയ ശേഷം ലഹരി മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചുവെന്ന റോഹൻ ഷെയ്ഖാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. 5 വർഷം മുമ്പാണ് 21-കാരനായ റോഹൻ ഷെയ്ഖ് കൊച്ചിയിലേക്ക് എത്തിയത്. പാലാരിവട്ടത്ത് MDMA-യുമായി ഒരാൾ പിടിയിൽ. അസം സ്വദേശി യാസിറാണ് 14 ഗ്രാം MDMA-യുമായി പിടിയിലായത്. ഇന്നലെ രാത്രി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പിടിയിലായ യാസിർ മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് കണ്ടെത്തി.
തിരുവനന്തപുരം വർക്കലയിൽ 12 ഗ്രാം MDMA-യുമായി കാറിൽ സഞ്ചരിച്ച 3 യുവാക്കളെ ഡാൻസ് ഓഫ് ടീം പിടികൂടി. വർക്കല കാപ്പിൽ സ്വദേശിയായ പ്രവീൺ, നെയ്യാറ്റിങ്കര കുന്നത്തുകൾ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരെ താമരശ്ശേരിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടി. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൗര്യ, മിർസാപൂർ സ്വദേശി ഗ്യാൻ ദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആലപ്പുഴയിൽ കളഞ്ഞു കിട്ടിയ ATM കാർഡിൽ നിന്ന് പണം തട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ ATM കാർഡാണ് കളഞ്ഞുപോയത്. കാർഡിന് പിന്നിൽ എഴുതിവെച്ച പിൻ നമ്പർ ഉപയോഗിച്ച് വിവിധ ATM കൗണ്ടറുകളിൽ നിന്നായി 25,000 രൂപയാണ് തട്ടിയത്. സംഭവത്തിൽ സുജന്യയുടെ കൂട്ടാളി സലീഷ് മോനെയും ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കണ്ടെത്തിയത്. ഇവരെ നാട്ടിലെത്തിക്കാൻ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടങ്ങി. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മലയോരത്ത് വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. കാരശ്ശേരി, വലിയപറമ്പ്, വേലിരിക്കോട് മൂലം കൊടിയത്തൂർ പഞ്ചായത്തിലെ എരഞ്ഞിമാവിലുമാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. പ്രദേശത്ത് കാട്ടുപൂച്ചയെ സ്ഥിരമായി കാണാറുണ്ടെന്നും ഇവയാണോ എത്തിയതെന്ന് പരിശോധിച്ചു വരുന്നതായി വനം വകുപ്പ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനകൾ കൊന്നത് 111 പേരെ. നാട്ടാനകളുടെ ആക്രമണത്തിൽ 20 പേർക്കും ജീവൻ നഷ്ടമായി. 2020 ജനുവരി മുതൽ 2025 ജനുവരി വരെയുള്ള കണക്കാണിത്. കാട്ടാനകളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. 26 പേർക്കാണ് പാലക്കാട് ജില്ലയിൽ മാത്രം ജീവൻ നഷ്ടമായത്. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്ത് അപകടരഹിതമാക്കണമെന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KB ഗണേഷ് കുമാർ. എഴുന്നള്ളത്തിന് 2012-ലെ നാട്ടാന പരിപാലന ചട്ടം കർശനമായി പാലിക്കണം. ആന ഇടയുന്നതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്ത് ആ സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉറപ്പാക്കണം. ആനയ്ക്കൊപ്പമുള്ളവർ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ മാറ്റി നിർത്തണമെന്നും KB ഗണേഷ് കുമാർ. വാഹനത്തിന് പിഴയുണ്ടെന്ന പേരിൽ വ്യാജ സന്ദേശം അയച്ച് പണം തട്ടിപ്പെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. വാഹനത്തിന് പിഴയുണ്ടെന്ന സന്ദേശം വാട്സാപ്പിൽ അയക്കുന്നതാണ് തട്ടിപ്പിന്റെ പുതിയ മുഖം. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിലാണ് സന്ദേശം വരുന്നത്. സന്ദേശത്തോടൊപ്പം പരിവാഹൻ എന്ന പേരിൽ വ്യാജ ആപ്പ് അല്ലെങ്കിൽ വ്യാജ ലിങ്കും ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്നും ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിൽ ആദ്യമായി പവൻ വില 66,000 രൂപയിലെത്തി. 320 രൂപയാണ് ഇന്ന് കൂടിയത്. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയെ തിരിച്ചടിച്ച് ഹൂതി തീവ്രവാദികൾ. അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ 2 തവണ ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാന് നേരെയാണ് ആക്രമണം നടന്നത്. മിസൈലുകൾ തൊടുത്തുകൊണ്ടായിരുന്നു ആക്രമണം. ടെലിഗ്രാം മേധാവി പാവേൽ ഡ്യൂറോവ് ഫ്രാൻസ് വിട്ടു. കഴിഞ്ഞ ഓഗസ്റ്റിൽ പാരീസിൽ വെച്ച് അറസ്റ്റിലായ ഡ്യൂറോവ് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ഇതുവരെ രാജ്യം വിടാൻ അനുമതിയില്ലായിരുന്നു. കോടതി നിലപാട് മാറ്റിയതോടെ പാവേൽ ഡ്യൂറോവ് ദുബായിലേക്ക് മാറി. റഷ്യയിൽ ജനിച്ച ഡ്യൂറോവ് UAE പൗരനാണ്. തീവ്രവാദികളും മറ്റും ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ അറസ്റ്റ്. അമേരിക്കൻ മണ്ണിൽ ഇന്ത്യൻ താൽപര്യങ്ങൾക്കെതിരായി ഖലിസ്ഥാൻ വിഘടനവാദികൾ പ്രവർത്തിക്കുന്ന വിഷയം US രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന റെയ്സീന ഡയലോഗിൽ പങ്കെടുക്കാനെത്തിയ US രഹസ്യാന്വേഷണ മേധാവി തുളസി ഗബാർഡുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി. ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് എടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിനൊപ്പമുള്ള ചിത്രം വെച്ചായിരുന്നു ട്രംപിന്റെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിൽ മോദി അക്കൗണ്ട് തുറന്നത്. ഡൊണാൾഡ് ട്രംപ് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമും കൂടിയാണ് ട്രൂത്ത് സോഷ്യൽ. ദേശീയ വാർത്തകൾ. മണിപ്പൂർ വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക.
കുക്കികളുടെ മുതിർന്ന നേതാവ് ഞായറാഴ്ച രാത്രി ആക്രമിക്കപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ റിച്ചാർഡ് ഹുമറിന്റെ സ്ഥിതി ഗുരുതരമെന്ന് റിപ്പോർട്ട്. വലിയ തോതിൽ രക്തസ്രാവമുണ്ടായെന്ന് ഡോക്ടർമാർ. സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബാർഡ്. ഭീകരത ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള പൊതുവായ ലക്ഷ്യങ്ങളിലാണ് ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് തുളസി പറഞ്ഞു. തുളസി ഗബാർഡിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. തിരുപ്പതി ക്ഷേത്രത്തിൽ MP-മാരുടെയും MLA-മാരുടെയും ശുപാർശ കത്തുകൾ പരിഗണിച്ച് VIP ദർശനം നൽകും. ഇത് സംബന്ധിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശം തിരുമല തിരുപ്പതി ദേവസ്ഥാനം അംഗീകരിച്ചു. എല്ലാ ആഴ്ചയും ബുധൻ, വ്യാഴം ദിവസങ്ങളിലാവും ശുപാർശ കത്തുള്ളവർക്ക് VIP ദർശനം അനുവദിക്കുക. രാമക്ഷേത്ര നിർമ്മാണത്തിനും മറ്റനുബന്ധ പ്രവൃത്തികൾക്കും ഇതുവരെ ചെലവായത് 2150 കോടി. ക്ഷേത്ര നിർമ്മാണത്തിന് മാത്രം ചെലവ് 1200 കോടിയാണ്. വിവിധ തരം നികുതികളിലായി 396 കോടി രൂപ ചിലവായതായും ക്ഷേത്ര ട്രസ്റ്റ് ചമ്പത്ത് റായ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകൾ. കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കുമിടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഷാലിമാർ എക്സ്പ്രസ് കടന്നുപോകുന്നതിനിടെയാണ് 2 പേർ പാളത്തിൽ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി 2 പേരെയും പാളത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു. ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. അപകടത്തിൽ അക്ഷയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കുമിടയിലാണ് സംഭവം. കാസർഗോഡ് കല്ലക്കട്ടയിൽ സ്കൂൾ വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച അപകടം. ഡ്രൈവർക്ക് പരിക്ക്. വാനിലുണ്ടായിരുന്ന 6 കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാന്യ ഗ്ലോബൽ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. മാവേലിക്കര ചെങ്ങന്നൂർ സ്റ്റേഷനുകൾക്കിടയിലെ പൈപ്പ് ലൈൻ ക്രോസിംഗ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ട്രെയിൻ ഗതാഗത സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുവെന്ന് റെയിൽവേ അറിയിച്ചു. മാർച്ച് 21 വെള്ളിയാഴ്ചയായിരിക്കും നിയന്ത്രണം. ഈ ദിവസം ചില ട്രെയിനുകൾ വൈകുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് ഇടുക്കി ജില്ലയിലെ അടിമാലി, മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വേനൽ മഴ. കാത്തിരിപ്പിനൊടുവിൽ എത്തിയ മഴയിൽ കാർഷിക മേഖലയ്ക്ക് ആശ്വാസം. 2 മാസത്തിലധികമായി വലിയ ചൂടും വരൾച്ചയുമാണ് ഹൈറേഞ്ച് അഭിമുഖീകരിച്ച് വന്നിരുന്നത്. പട്ടാമ്പി കുലുക്കല്ലൂർ വണ്ടുംതറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി വളർത്തുന്നതായി കണ്ടെത്തി. പാറപ്പുറം സ്വദേശി സതീഷിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡുകളിൽ 2.15 കോടി മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. മാർച്ച് 5 മുതൽ 16 വരെ നടത്തിയ 5399 റെയ്ഡുകളിൽ 725 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസിൽ 742 പേരെ പ്രതി ചേർത്തു. കാട്ടാക്കടയിൽ കടകളിൽ ജില്ലാ എൻഫോഴ്സ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. കടകളിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകളും ക്യാരി ബാഗുകളും പിടിച്ചെടുത്ത് 10,000 രൂപ പിഴയും ചുമത്തി. തിരുവനന്തപുരത്ത് നിന്നെത്തിയ യൂണിറ്റ് സംഘവും കാട്ടാക്കട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം മലങ്കര ജലാശയത്തിന് സമീപമുള്ള കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്ന് ആശങ്ക. ഡാമിന് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് തീരുമാനത്തെ ബാധിക്കുന്നത്. ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ആറ്റിങ്ങൽ നഗരസഭയിലെ മാലിന്യം ശേഖരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം തടഞ്ഞ് കർഷക കോൺഗ്രസ്. കഴിഞ്ഞ 7 മാസക്കാലമായി വാഹനം ഫിറ്റ്നസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിയിരുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. കർഷകന്റെ വീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കത്തിച്ചതായി പരാതി. ഇടുക്കി പാൽക്കുളം മേടിൽ കുത്തനാപ്പിള്ളിൽ നിജോയുടെ വീടാണ് കത്തിച്ചത്. വീടിന്റെ ഇരുമ്പ് വസ്തുക്കൾ വനം വകുപ്പ് വാഹനത്തിൽ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതായും വീട്ടുടമ നിജോ ആരോപിച്ചു.
ആരോപിച്ചു. വീട്ടിൽ ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു, കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളും ഇവർ കടത്തിക്കൊണ്ടുപോയതായും ആരോപണമുണ്ട്. ശബരിമല മാസപൂജയ്ക്കുള്ള ദർശന സമയത്തിൽ മാറ്റം. രാവിലെ 5 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 4 നട വീണ്ടും തുറന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും. ഇരുമുടിക്കെട്ട് ഇല്ലാതെയുള്ള ദർശനത്തിനും സമയമാറ്റം ഏർപ്പെടുത്തി. ബിസിനസ് വാർത്തകൾ. ആപ്പിൾ ഫോണുകളിൽ മാത്രമുള്ള ബ്ലൂ മെസ്സേജിംഗ് സംവിധാനം ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഫോണുകളിലും വന്നേക്കും. ഗൂഗിളുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. മൊബൈൽ മെസ്സേജിംഗ് രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ നീക്കമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിക്കറ്റ് സീസണിൽ നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും എക്സ്ക്ലൂസീവ് ഓഫറുകളുമായി ജിയോ. 90 ദിവസത്തെ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ ടിവിയിലും മൊബൈലിലും 4K ക്വാളിറ്റിയിൽ ഇനി ആസ്വദിക്കാം. വീട്ടിലേക്കുള്ള 50 ദിവസത്തെ സൗജന്യ ജിയോ ഫൈബർ എയർ ഫൈബർ ട്രയൽ കണക്ഷനും ലഭ്യമാകും. 299 രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള പ്ലാനുകൾക്കാണ് ഓഫർ ബാധകമാവുക.